നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാമെന്ന്. ഓക്കെ, ഇന്ന് ഫുൾ മൂൺ ആണ്. ഓക്കെ, എല്ലാവരും ഫുൾ മൂൺ റെമഡീസ് ഒക്കെ ചെയ്യാൻ ഞാൻ വീഡിയോ ഇടാം. വീഡിയോ ലിങ്ക് മുമ്പുള്ളതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഇടാം. പ്ലീസ് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും, എനർജീസ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ മുമ്പുള്ള വീഡിയോസിൻ്റെ ഒന്ന് ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും, അത് അങ്ങനെ തന്നെയാണ്. സോ നമുക്ക് ഇന്നത്തെ റീഡിംഗ് നോക്കാം. ഇന്ന് റീഡിംഗ് എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇന്ന് ഈ ഫുൾ മൂൺ നിങ്ങളുടെ പേഴ്സണിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും നോക്കാം. ഓക്കെ, അവരുടെ മനസ്സിൽ ഇന്ന് എന്തായിരിക്കും ഫീലിങ്സ്, ഇന്ന് അവരുടെ ഒരു എന്താണ് കാണാൻ സാധിക്കാൻ നോക്കാം. ഓക്കെ, അവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമോ, അത് അവരുടെ മനസ്സിൽ എന്താണ്, എല്ലാം നോക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് ഈ ഫുൾ മൂൺ എങ്ങനെ നിങ്ങളുടെ പേഴ്സണിനെ അഫക്റ്റ് ചെയ്യും. ഏസ് ഓഫ് പെന്റിക്കിൾസ്, ഓക്കെ, ഹെർമിറ്റ്, ഹാങ്മാൻ, ഹെർമിറ്റ്, ഹാങ്മാൻ, കിങ് ഓഫ് വാൻഡ്സ് and King of Pentacles. Okay, stop. What is happening? What is happening? Five of Cups. Justice. Okay. Empress. Seven of Wands. Pentacles, Pentacles. Queen of Cups. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ ദിവസം അവർ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതാണ് കാണുന്നത്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാമെന്ന് മാത്രമല്ല, ഐ തിങ്ക് അവർ ലൈഫിൽ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ രണ്ട് വ്യക്തികളുണ്ടാവാം, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ രണ്ട് വ്യക്തികളുണ്ട്, അങ്ങനെ എടുക്കാം. ഓക്കെ, ഇപ്പം മെൻ ആയതുകൊണ്ട് മാൻ ഇവിടെ കിങ് ഓഫ് വോൺസും കിങ് ഓഫ് പെന്റിക്കിൾസും ആണ്. എന്നാലും സാരമില്ല, നമുക്ക് ലേഡീസ് ആയിട്ടും ജെൻസ് ആയിട്ടും മാറ്റി മാറ്റി എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ രണ്ട് സിറ്റുവേഷൻ്റെ കാര്യം കാണുന്നുണ്ട്, ജഗ്ലിങ് കാണുന്നുണ്ട്. ഓക്കെ, അവർ രണ്ട് സിറ്റുവേഷൻ ജഗ്ൽ ചെയ്യുന്നതായിട്ട് വളരെ ക്ലിയർ ആണ്. എംപ്രസ്സും ഉണ്ട് ഇവിടെ, ക്വീൻ ഓഫ് കപ്സും ഉണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും വളരെ നല്ല കാർഡ്സ് ആണ്. ബട്ട് ഓക്കെ, ഇവിടെ കാണുന്നത് എനിക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, അവരെ മനസ്സിൽ ഇന്നുള്ള ഫീലിംഗ്, പ്രത്യേകിച്ച് ഇന്ന് ഐ തിങ്ക് ഓക്കെ, ഇന്നവർ എല്ലാം ലൈക്ക് ടോട്ടലി അവരെ ലൈഫിൽ തന്നെ ഒന്നും വേണ്ട എന്ന് വെച്ച് വിട്ടുകളയണം എന്നുള്ള രീതിക്കാണ് അവരുടെ മനസ്സിലെ ഫീലിംഗ്. അവർക്ക് ഒന്നിനോടും ലൈക്ക് ഫാമിലി അങ്ങനെ ഉണ്ടെങ്കിലും ശരി, തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ശരി, നിങ്ങളുണ്ടെങ്കിലും ശരി, ഏതും ഒന്നും വേണ്ട എന്ന രീതിക്കുള്ള ഒരു ചിന്ത പോലെയാണ് എനിക്ക് കാണുന്നത്. ഞാനിവിടെ 2 of Cups എനർജി ഉണ്ട്, ഇവിടെ ഫുൾ മൂൺ ബാക്കിലുണ്ട്. ഓക്കെ, സോ എവിടെയോ നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, അതെല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ കാണുന്നത് എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ രണ്ടുപേരുണ്ടാവാം. ഓക്കെ, അത് തേർഡ് പാർട്ടി ഇവർ പേഴ്സൺ മാരീഡ് ആവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അല്ലാത്തവർക്ക് അവരെ പാരൻസിൻ്റെ, ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോഴും പറയാറുണ്ട്, പാരൻസിൻ്റെ അപ്രൂവൽ ഇല്ല നിങ്ങളുടെ മാരേജിന് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, രണ്ട് തരത്തിലും പറയാം. പക്ഷെ നിങ്ങളോട് സ്നേഹമുണ്ട്, ഫീലിങ്സ്. ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്, വളരെയധികം ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. ഓക്കെ, ഇന്നത്തെ ദിവസം അവർക്ക് അത് ആ ഫീലിംഗ്, ഞാൻ നേരത്തെ തന്നെ 2 of Cups പറഞ്ഞു, അവർക്ക് ശരിക്കും നല്ലോണം ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. ഓക്കെ, നിങ്ങളെ സോൾമേറ്റ് ആയിട്ടാണ് അവർ കാണുന്നത്, എല്ലാം ഉണ്ട് അവർക്ക്. ലൈക്ക് അത്രത്തോളം ഇന്നത്തെ ദിവസം മേ ബി ആ മൂണിൻ്റെ എനർജി കൊണ്ടും നിങ്ങളെ അവർ മിസ് ചെയ്യും. ഓക്കെ, നിങ്ങളോടുള്ള സ്നേഹം അവർ റിയലൈസ് ചെയ്യും, എല്ലാം ഉണ്ട് അവരുടെ മനസ്സിൽ. ഓക്കെ, പക്ഷേ ഐ തിങ്ക് സാഹചര്യം കൊണ്ടായിരിക്കാം. എനിക്ക് സാഹചര്യം, ഞാൻ പറഞ്ഞ പോലെ അവർ മാരീഡ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ മേ ബി നിങ്ങളുടെ ഹിഡൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം, സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം, സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും, ആരും അറിയാതെ. നിങ്ങളിപ്പോൾ പാരൻസ് ആയാലും, പാരൻസ് സമ്മതിക്കില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ അമ്മയോ പാരൻറ്റോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവാൻ തടസ്സം. ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഇപ്പോൾ സ്റ്റക്കാണ്. ഓക്കെ, അവരെന്താ ചെയ്യുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ, ഐ തിങ്ക് അവർ കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അവരുടെ ജോലി, കരിയർ, അവരുടെ സ്റ്റെബിലിറ്റി ഇപ്പോൾ തൽക്കാലമായിരിക്കും അവർ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്. മനസ്സിൻ്റെ ബാക്കിൽ പക്ഷേ എത്ര നമ്മൾ എന്തൊക്കെ പുറമെ കാണിച്ച് നടന്നാലും ഉള്ളിലുള്ള ഫീലിങ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് അവിടെ ഉണ്ട്, ഉള്ളിലുള്ള ഫീലിങ്സ് തീർച്ചയായിട്ടും ഉണ്ട്. കിങ് ഓഫ് വാൻഡ്സ് ആണ്, സോ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് അത്രത്തോളം വേണം എന്നുള്ള രീതിയിലുള്ള ചിന്തയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് അതിൻ്റെ മേലെ അവർ പ്രാക്ടിക്കൽ വെച്ച് കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പണത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ വേണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, അതൊക്കെ ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ്. ഫാമിലിക്ക് വേണ്ടി കൊടുക്കേണ്ട സമയം കൊടുക്കുക, ഫാമിലിക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യുക, അത്തരത്തിൽ. അല്ലെങ്കിൽ ഇവൻ ജോലിയിൽ, ഓക്കെ, ജോലി കരിയർ കാര്യത്തിൽ, ഓക്കെ, അതിലവർ മാക്സിമം അവരെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ ശ്രമിക്കുകയാണ്.
നിങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാം. ഓക്കെ, അവർ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഹെർമിറ്റ് കാർഡും ഉണ്ട്, ഇവിടെ ഹാങ്മാനും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരിപ്പോൾ ഉള്ളിലേക്കാണ് വലിയുന്നത്, അവർ ഉൾവലിയാണ്. അവർ അവനവനിലേക്ക് തന്നെ നോക്കുകയാണ്. അവനവനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അവർ. ഈ സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരിക്കും. അവനവൻ്റെ കാര്യങ്ങളും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, കാരണം പുറമേ അവർക്ക് ഐ തിങ്ക് ഒരു മേ ബി ലോസിൻ്റെ ഫീലിംഗ് കാണുന്നുണ്ട്. പാസ്റ്റിൻ്റെ ലോസ് എന്ന് പറയാം. പക്ഷെ പാസ്റ്റിലല്ല, ഐ തിങ്ക് അവർക്ക് നിങ്ങളോട് ഒരു ന്യായം ചെയ്യാൻ സാധിച്ചിട്ടില്ല. എനിക്ക് ന്യായം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ട് അവരുടെ മനസ്സിലെന്ന് പറയാം. എങ്ങനെയാണിത് ശരിയാക്കുക സിറ്റുവേഷൻ എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ടാവും. എനിക്ക് ആക്ച്വലി എംപ്രസ് കാർഡ് വേണമെങ്കിൽ നിങ്ങളെയും കൂടെ പറയാം. ഒന്ന്, അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ അമ്മ, പാരൻറ്റ് അങ്ങനെ ആരെങ്കിലും, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് എന്ന രീതിക്ക് മാരീഡ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് എടുക്കാം. അല്ലെങ്കിൽ അവരുടെ നിങ്ങളെ കൂടി അവർ കാണുന്നത് എംപ്രസ് എന്ന ലെവലിലാണ് എന്നും പറയാം. എംപ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വളരെ പവർഫുൾ ആയിട്ടൊരു വ്യക്തിയായി, പവർഫുൾ എന്ന് പറഞ്ഞാൽ ഐ മീൻ ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, സ്നേഹം ഉള്ളൊരു വ്യക്തിയാണ്. ക്വീൻ ഓഫ് കപ്സും ഉണ്ട്. സോ നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് അവർക്ക് മാരേജ് ആയിട്ട് കൂടെ കൂട്ടണം എന്നുള്ളൊരു ചിന്ത കൂടി ഉണ്ട് അവരെ മനസ്സിൽ. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണം എന്നും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒക്കെ മുമ്പിൽ അവർക്ക് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമായിരിക്കാം. ഓക്കെ, ന്യായം ചെയ്യാൻ പറ്റുന്നില്ല. അവർ ശ്രമിക്കണം എന്നുണ്ട് അവർക്ക്. ഓക്കെ, അവർക്ക് ശ്രമിക്കണം എന്ന് തീർച്ചയായിട്ടും ഉണ്ട്. 9 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. 9 ഓഫ് പെന്റിക്കിൾസ് അഗൈൻ നമ്മൾ ഫൈനാൻസിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്ന് പറയാം. ഓക്കെ, ആഗ്രഹം അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കണം എന്ന രീതിക്ക് തന്നെയാണ്. ഓക്കെ, ബട്ട് ഇവിടെ 2 സിറ്റുവേഷൻ്റെ കൺഫ്യൂഷനാണ്. ഇപ്പോൾ അവർ മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ, മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ട് അവരുടെ ലൈഫിൽ. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ശരിക്കും ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ ഓൾറെഡി. ഓക്കെ, ഹിഡൻ ആയിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. മേ ബി അവർ മാരേജ് ഫിക്സ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പാരൻസിൻ്റെ തടസ്സം എല്ലാം ഞാൻ പറഞ്ഞു. ഓക്കെ, ബട്ട് യെസ്, 2 ഓഫ് കപ്സും ഉണ്ട്, ക്വീൻ ഓഫ് കപ്സും ഉണ്ട്, 2 ഓഫ് കപ്സും ഉണ്ട്. സോ വളരെയധികം ശരിക്കും നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, അതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ഈ ഒരു ഹാങ്മാൻ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ സംസാരമില്ല, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, അവരും ഒരു സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ബട്ട് അവർ ഈ ഒരു സമയത്തിൽ അവർക്ക് കുറേ റിയലൈസേഷൻസ് കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. യൂണിവേഴ്സ് അത് ചെയ്യുന്നുണ്ടാവാം. ഈ മൂൺ എനർജി കുറച്ച് ഇമോഷൻസ് ഒക്കെ മേലെ കൊണ്ടുവരും, നിങ്ങളുടെ മാത്രമല്ല പേഴ്സണലും കൊണ്ടുവരും. സോ അവരും ഒന്ന് ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളോട് ന്യായം ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, ജഡ്ജ്മെൻറ്റ്, ടവർ, പേജ് ഓഫ് വാൻഡ്സ്, 2 പെന്റിക്കിൾസ് ആൻഡ് ഡെവിൾ വീണ്ടും. ഓക്കെ, സോ ചില തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ ഇടയിൽ കേട്ടോ. യെസ്, ഓക്കെ, ചില തടസ്സങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ പാരൻസ് ആവാം, അല്ലെങ്കിൽ റിലീജിയൻ ആവാം, കാസ്റ്റ് ആവാം, തേർഡ് പാർട്ടി ആവാം, മാരീഡ് സിറ്റുവേഷൻസ് ആവാം, എന്തും വരാം ഇവിടെ. ഓക്കെ, പല തരത്തിലും ആയിരിക്കാം. ബട്ട് ഇവിടെ നിങ്ങൾക്ക് സഡൻലി ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. കുറേ ആയിട്ട് നിങ്ങൾ നോ കോൺടാക്ട് സെപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ പേഴ്സൺ കോൺടാക്ട് സഡൻലി വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒരു ടവർ മൊമെൻറ്റ് നിങ്ങളുടെ പേഴ്സണിന് വരും. പേഴ്സൻ്റെ ലൈഫിൽ ഒരു ടവർ മൊമെൻറ്റ് വരും, അങ്ങനെ എടുക്കാം. എനിക്ക് ജഡ്ജ്മെൻ്റ് ആണ് ഇവിടെ. പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പം എന്തെങ്കിലും സിറ്റുവേഷൻ അവർക്ക് മോശം ഉണ്ടെങ്കിൽ തന്നെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ, അത് അവർക്ക് വരുന്ന ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി യൂണിവേഴ്സ് ചെയ്യുന്നതാണ്. ടവർ മൊമെൻറ്റ് അവരുടെ ലൈഫിൽ യൂണിവേഴ്സ് കൊണ്ടുവരികയാണ്. ഓക്കെ, ആ ടവർ മൊമെൻറ്റ് വരുമ്പോൾ അവർ റിയലൈസ് ചെയ്യും, അവർക്ക് അതിനെക്കുറിച്ച് അവർ നിങ്ങളോട് പറയും. ഓക്കെ, ആൻഡ് അവരുടെ ഈ ഒരു കൺഫ്യൂഷൻ ഒന്ന് മാറിക്കിട്ടും. ഓക്കെ, അവരുടെ ഈ കൺഫ്യൂഷൻ മാറാൻ ഐ തിങ്ക് ചില കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. ഓക്കെ, അത് ഐ തിങ്ക് ഈ ഫുൾ മൂൺ എനർജിയിൽ ലേശം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടാവും. കാർമിക് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് നടക്കുന്നുണ്ടാവാം. ഡെവിൾ എനർജിയും പറഞ്ഞു ഞാൻ. ഓക്കെ, അവർ വല്ലാതെ ഐ തിങ്ക് ഒരു നെഗറ്റീവ് എനർജിയിൽ ഇപ്പോൾ പെട്ട് നിൽക്കുന്നതിൽ നിന്ന് ഓക്കെ അവർ ചില നെഗറ്റീവ് സിറ്റുവേഷൻസ് ഇപ്പോൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവാം, കാർമിക് സിറ്റുവേഷൻസ് ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അത് ആ ടവർ മൊമെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ യൂണിവേഴ്സായിട്ട് ചെയ്യുന്നതാണ്. യൂണിവേഴ്സായിട്ട് ചില റിയലൈസേഷൻ അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ അത് സംഭവിച്ചു കഴിയുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എയ്റ്റ് ഓഫ് വാൻഡ്സും പേജ് ഓഫ് വാൻഡ്സും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരും എന്ന രീതിയിലാണ്. പക്ഷെ അതിന് ഈ ഒരു ടവർ മൊമെൻറ്റ് വരാനുണ്ട്. ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇത് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ആക്ച്വലി അവർ ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് അവർക്ക് ഒരു ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടത്തുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫുൾ മൂൺ എനർജിയിൽ ഇന്നത്തെ ദിവസം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ബട്ട് അവർ ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരണോ, കോൺടാക്ട് ചെയ്യണോ, സംസാരിക്കണോ, സിറ്റുവേഷനിൽ മുന്നോട്ട് എന്താ, അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടാതെ നിൽക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ബട്ട് ഇപ്പം തന്നെ മേ ബി ഈ ഫുൾ മൂൺ സമയത്ത് ആയിരിക്കില്ല, ബട്ട് പിന്നീട് വരുമായിരിക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. തൽക്കാലം ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സ് ചെയ്യട്ടെ, യൂണിവേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സ് ചെയ്യട്ടെ. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പോൾ ഇടയിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ മിണ്ടാതിരിക്കുക, സൈലൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങളുടെ കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് നമുക്ക് മെസ്സേജസ്, ഇത് മെസ്സേജ് അല്ല, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം.
ടേക്ക് യുവർ പവർ. ഓക്കെ, നമ്മൾ ആക്ച്വലി എംപ്രസ് കാർഡ് കണ്ടിരുന്നു. എംപ്രസ് കാർഡ് പറയുമ്പോഴും നിങ്ങളുടേതായ ഒരു പവർ ഉണ്ട്. ഓക്കെ, അതിലേക്ക് നിങ്ങൾ ഓൾറെഡി വന്ന് കാണാം. ഓക്കെ, അതും അവർ കാണുന്നുണ്ടാവും, അവർ നോട്ട് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നിങ്ങളെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ലൈക്ക് നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫൈനാൻസിലോ അല്ലെങ്കിൽ എങ്ങനെ തന്നെ ആയാലും. ഓക്കെ, ഐ തിങ്ക് നിങ്ങളിലൊരു ഗ്ലോ വരുന്നുണ്ടാവും. അത് അവർ കാണുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങളുടെ പവർ നിങ്ങളോട് എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. മേ ബി ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടുമായിരിക്കാം പേഴ്സണിനെ ചിലപ്പോൾ നിങ്ങളായിരിക്കാം വിട്ടുപോയത്. ഓക്കെ, അപ്പോൾ പേഴ്സൺ ആ ടവർ മൊമെന്റ് ചിലപ്പോൾ നിങ്ങളായിരിക്കാം കൊടുത്തത്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എനിക്കിങ്ങനെ വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞു കാണാം, മാറി നിൽക്കുന്നുണ്ടാവാം. സോ ആ ടവർ മൊമെന്റ് അവരെ ചില റിയലൈസേഷൻസ് ഉണ്ടാക്കും എന്ന് പറയാം. ഓക്കെ, യു ആർ ഗിവിംഗ് സം വൺ കൺട്രോൾ ഓവർ ഹൗ യു ഫീൽ. യുവർ ഹാപ്പിനെസ് ഷുഡ് ഓൺലി ഡിപ്പെൻഡ് ഓൺ യു. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എടുക്കാം. ഓക്കെ, ആ പേഴ്സൺ വന്നിട്ടേ ഞാൻ സന്തോഷമാവുള്ളൂ എന്ന രീതിക്ക് വെച്ചിരിക്കരുത്, വെയിറ്റ് ചെയ്യരുത്. ഓപ്പൺ യുവർ സെൽഫ് ടു ലവ്. ഓക്കെ, നിങ്ങളോടും പറയുന്നുണ്ട് ഇറ്റ്സ് സേഫ് ഫോർ യു ടു ലെറ്റ് യുവർ ഹാർട്ട് ബി സീൻ, ഡോണ്ട് ബി സ്കേർഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സ്നേഹം നിങ്ങൾ തന്നെ ആക്ച്വലി നിങ്ങൾക്ക് ഒരുപാട് തവണ വേദനകൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ഹാർട്ടൊന്ന് ബ്ലോക്കായി പോകും നമ്മുടെ. ഓക്കെ, നമുക്ക് സ്നേഹം സ്വീകരിക്കാൻ തന്നെ ഒരു പേടിയാവും. മേ ബി ഒരു പുതിയ വ്യക്തി വരുന്നതായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൺ തന്നെ തിരിച്ചു വരട്ടെ. ഓക്കെ, ബട്ട് അപ്പോഴേക്കും നിങ്ങളുടെ മൈൻഡ് ക്ലോസ് ആയി പോകണ്ട, ഹാർട്ട് ക്ലോസ് ആയി പോകണ്ട. ഓവർ തിങ്കിങ്, playing negative scenarios in your head is creating issues which weren't there at first. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ മൈൻഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലോ ഓവർ തിങ്കിങ് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് പാസ്റ്റിനെ കുറിച്ച് ആക്ച്വലി ഞാൻ പറഞ്ഞു 5 കപ്സ് ഉണ്ടായിരുന്നു നമുക്ക് പാസ്റ്റിൻ്റെ ലോസിൽ. നിങ്ങളുടെ പേഴ്സൺ ആ പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, അവരുടെ ലൈഫിൽ എന്തെങ്കിലും അനുഭവങ്ങൾ, ഓക്കെ, അതൊക്കെ ആയിരിക്കാം അവർ ഓർക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങളുടെ ഇടയിൽ ചില നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓവർ തിങ്കിങ് നിർത്താം. നിങ്ങളായാലും കൂടുതൽ നെഗറ്റീവ് ഓവർ തിങ്കിങ് പോവാതിരിക്കാം. ബി ഓപ്റ്റിമിസ്റ്റിക്, അതന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞു. ഓക്കെ, കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യേണ്ട, പോസിറ്റീവായിട്ട് ഇരിക്കുക നിങ്ങൾ. ഓക്കെ, കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് യു ക്രിയേറ്റ് യുവർ റിയാലിറ്റി, യു കാൺട്ട് അട്രാക്ട് ലവ് വിത്ത് നെഗറ്റീവ് മൈൻഡ് സെറ്റ്. ഓക്കെ, നിങ്ങൾക്ക് സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഓക്കെ, പേഴ്സൺ വന്നോളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും, ഇല്ല എന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വെക്കാം. ഓക്കെ, അത് എത്ര എളുപ്പമല്ല പറയാൻ, പ്രവർത്തിക്കാൻ എളുപ്പമല്ല, പറയാൻ എളുപ്പമാണ്. ബട്ട് എന്നാലും നിങ്ങളത് ചെയ്തു തുടങ്ങാം. ഫ്രീ യുവർ സെൽഫ്, യു ഡോണ്ട് നീഡ് ടു ബി ഇൻ കൺട്രോൾ ഓഫ് എവറിത്തിങ് ഫോർ എ ലവ് റിലേഷൻഷിപ്പ് ടു ബി സക്സസ്. നിങ്ങൾ തന്നെ എല്ലാം ചെയ്യണം എന്ന് നിർബന്ധമില്ല. ആൻഡ് പേഴ്സണിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. ആ സിറ്റുവേഷൻസ് സാഹചര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ എപ്പോഴും സാധിക്കില്ല. കുറച്ചൊക്കെ ലെറ്റ് ഗോ ചെയ്യുക, പോകുന്ന പോലെ പോട്ടെ എന്ന് വിചാരിച്ച് വിട്ട് കളഞ്ഞേക്കാം. നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കുക. ഓക്കെ, ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. ഓൺലി വെൻ യു വില്ലിംഗ് ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ യു വിൽ റീപ്പ് ഗ്രേറ്റ് റിവാർഡ്സ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഒരല്പം റിസ്ക് എടുത്തിട്ടായാലും ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ കാർഡ് കണ്ട അവിടെ മേ ബി നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തായിരിക്കും അത്. ഓക്കെ, പേഴ്സണോടായിരിക്കും ഈ അഡ്വൈസ് ദറ്റ് അവർ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ തയ്യാറാവണം എന്ന രീതിക്ക്. അതായത് ഒരു റിസ്ക് എടുത്തിട്ടായാലും അവർ മുന്നോട്ട് വരാൻ ഇപ്പോൾ അവർ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ബട്ട് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് അവർ ഒരു ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആവശ്യമാണ്. ബിവെയർ ഓഫ് കോഡിപെൻഡൻസീസ്. നിങ്ങൾ ഒരുപാട് കോഡിപെൻഡൻ്റ് ആയി പോകുന്നുണ്ടാവാം. ഓക്കെ, അത് നിങ്ങൾ ഒന്ന് മാറ്റിയെടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഭാഗത്താണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ദേ ആർ ദ വൺ യു ഹാവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട വ്യക്തി തന്നെയാണ്. ഓക്കെ, ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ ഞാൻ പറഞ്ഞ സോൾമേറ്റ് കണക്ഷൻ ആണ്. സോ അതുണ്ട് അവിടെ. ഓക്കെ, ബട്ട് ചില സിറ്റുവേഷൻ സാഹചര്യങ്ങൾ ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതൊന്ന് അറേഞ്ച് ആയിട്ട് വരും. നിങ്ങൾ ഒരുപാട് കോഡിപെൻഡൻ്റ് ആയി പോകാതിരിക്കുക. ഈ പേഴ്സൺ ഇല്ലാതെ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല എന്ന രീതിക്ക് നിങ്ങൾ ആവാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയുക. എംപ്രസ് കാർഡ് നമ്മൾ പറഞ്ഞു അല്ലേ, ആ എംപ്രസ് പോലെ നിങ്ങളാവാം. ഓക്കെ, നിങ്ങൾ വളരെ ഒരു പവർഫുൾ ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ കയ്യിൽ എല്ലാ കഴിവുകളും ഉണ്ട്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹരാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാം. അതിന് വേണ്ട വ്യക്തികൾ നിങ്ങളിലേക്ക് അപ്പോഴേ വരുള്ളൂ. നിങ്ങൾ ആ ഒരു പവറിൽ നിൽക്കുമ്പോഴേ അങ്ങനത്തെ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരുള്ളൂ. ലെറ്റിംഗ് ഗോ. ഇഫ് സമ്മൺ ലീവ് യു കൺഫ്യൂസ്ഡ് മോർ ദാൻ കംഫർട്ടഡ് യു നീഡ് ടു റീഅസസ് ദെയർ ആക്സസ്. ഇതന്നെ ഞാൻ പറയുന്നത്. ആ പേഴ്സൺ ഇപ്പോൾ ശരിക്കും ഒരു ആക്ഷൻ എടുക്കുന്നില്ല, അവർ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലുണ്ടാവും. ഓക്കെ, ബട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നില്ല, ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, പറയുന്നില്ല, എഫർട്ട് അവിടെ ഇടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലേശം നിങ്ങളുടെ കയ്യിലേക്ക് കൺട്രോൾ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക, അവരെ കാര്യം വിട്ട് കളഞ്ഞേക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക പ്ലീസ്. ഓക്കെ, പേ അറ്റൻഷൻ ടു റെഡ് ഫ്ലാഗ്സ്. ഓക്കെ, നോ ദ വാർണിംഗ് സൈൻസ് ഓഫ് വാട്ട് ആൻ അൺഹെൽതി കണക്ഷൻ ലുക്സ് ലൈക്ക്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ പേഴ്സൺ തെറ്റാണെന്നല്ല പറയുന്നത്, ഈ പേഴ്സൺ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. പക്ഷേ അവരുടെ ചില ബിഹേവിയർ, അവരുടെ ചില പെരുമാറ്റം, അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടോ അതോ നിങ്ങൾക്ക് വിഷമങ്ങളാണോ തരുന്നത്, നിങ്ങൾക്ക് എപ്പോഴും സ്ട്രെസ് ആണോ തരുന്നത്? അപ്പോൾ അവിടെ സിറ്റുവേഷൻ മാറ്റേണ്ടതുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് മാത്രം നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പരിധി വരെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ സ്വന്തം പവറിലേക്ക് നിങ്ങൾ വരാം.
ഓക്കെ, ആ പേഴ്സൺ നിങ്ങൾക്കുള്ളതാണ്, അവർ വന്നോളും. പക്ഷെ അത് നിങ്ങൾ കൂടി അത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കാണിക്കണം. ഓക്കെ, അപ്പോൾ മാത്രമേ അവരുടെ ഭാഗത്തു നിന്ന് ആ ചേഞ്ചസ് വരുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ, അവർ നിങ്ങളെപ്പോഴും അവിടെ ഉണ്ട്, നിങ്ങൾ പിന്നാലെ പോകുന്നുണ്ട്, ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എവിടെയും പോയില്ല എന്നറിയാം, അവരും അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവും. അപ്പോൾ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം നിങ്ങളാണ് ഇവിടെ മാറ്റേണ്ടത്. പേഴ്സൺ തീരുമാനം എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ശരി, നിങ്ങൾ തീരുമാനമൊക്കെ എടുത്ത് നിങ്ങൾ മെല്ലെ വരും, ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം നിങ്ങൾ വിശ്വാസം വേണം, യൂണിവേഴ്സിൽ ട്രസ്റ്റ് വേണം, അവനവനിൽ ട്രസ്റ്റ് വേണം, സെൽഫ് ലവ് വേണം. ഓക്കെ, നിങ്ങൾ അതിലേക്ക് വരണം. അല്ലാണ്ട് ആ പേഴ്സൺ വന്നാലേ ഞാൻ സന്തോഷമാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങളുടേതായ ചില സന്തോഷങ്ങൾ ഉണ്ടാവും, അത് കണ്ടുപിടിക്കാം, അത് കണ്ടെത്തുക. നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആണ്, നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ കഴിവുകളുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അത് കണ്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പലരും വരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു പേഴ്സൺ ആണ്, എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്ന് വെച്ചിട്ട് നിങ്ങളെ തന്നെ വാല്യൂ നിങ്ങൾ കുറയ്ക്കാതിരിക്കുക. ഓക്കെ, ആ വ്യക്തി വന്നോട്ടെ, പക്ഷെ ആ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കണം, എത്രത്തോളം അവർക്ക് അവസരം കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് നമ്മുടെ. ഓക്കെ, ഐ ഹോപ്പ് ഇത് കുറേ അഡ്വൈസ് ഞാൻ വേണം വെച്ച് ഇങ്ങനെ തന്നെ എടുത്തതാണ്. നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ്. സോ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, പേഴ്സണെ ചേസ് ചെയ്ത് പോകാതിരിക്കുക പ്ലീസ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കുക, നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് നോക്കുക. നിങ്ങൾ അങ്ങനെ വളരെ എല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ നിങ്ങളിലേക്ക് നല്ലത് വരുള്ളൂ, അത് മനസ്സിലാക്കാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.